നിങ്ങൾ ഈ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സലീം കുമാറിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൻ അവിടെയുള്ള കുറച്ച് ക്യാമറയും തൂക്കി വന്ന കുറച്ച് വീഡിയോസ് പകർത്താൻ വേണ്ടി വന്ന ചില മാധ്യമങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില മല്ലു മാധ്യമങ്ങളുണ്ട്. അതായത് കുറച്ച് യൂട്യൂബേഴ്സ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് ചില കണ്ടന്റിന്റെ ദാരിദ്ര്യം കൊണ്ട് കേവലം ചില വ്യൂസ് ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് കുറച്ച് സെലിബ്രിറ്റികളെയും അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള വലിയ സിനിമാ നടന്മാരോടൊക്കെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെ മരണ വീട്ടിൽ ഒക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആംഗിളിൽ വീഡിയോ എടുത്തുകൊണ്ട് അതിന് ഒരു തമ്പനെയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത കണ്ടന്റിന്റെ തമ്പനെയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അത് വിറ്റ് ജീവിക്കുന്ന, കേവലം തങ്ങളുടെ ചാനലുകൾ വളരുക, അതിന് കുറച്ച് റീച്ച് കിട്ടുക, അതുവഴി കുറച്ച് പണമുണ്ടാക്കുക, ചാനൽ ഒന്ന് പ്ലേ ബട്ടണോ അല്ലെ മോണിറ്റൈസേഷനോ മറ്റു കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നതിനപ്പുറത്ത് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഒരു മരണ വീട്ടിൽ വന്നുകൊണ്ടുള്ള ഒരു പട്ടി ഷോ ആണ്. സലീം കുമാറിന്റെ മകൻ ഇവരോട് ദേഷ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ സ്വയം വിശേഷിപ്പിക്കുമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ മരണ വീട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പോലും തിരിച്ചറിയില്ലാത്ത ചില ആളുകളാണ് ഇത്തരത്തിൽ മലയാളിയെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഇവർക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല, ഒരു സംസ്കാരമില്ല. ഒരു മരണ വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. നമുക്കറിയാം, ഏത് വ്യക്തിയും ജീവിതത്തിൽ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് പല വ്യക്തികളും ഒരു മരണ വീട്ടിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായി പെരുമാറുന്ന, വളരെ ശാന്തനായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ പോലും ഒരു മരിച്ച വ്യക്തിയുടെ മകൻ ഇത്തരത്തിൽ ചൂടായി സംസാരിക്കണമെങ്കിൽ എത്രത്തോളം അസഹനീയമായ പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് ഉണ്ടായത് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇവരെ പോലെയുള്ള ആളുകൾ നാണക്കേടാണ്. ഇവരുടെ വീട്ടിൽ സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെ ബന്ധപ്പെട്ട ആളുകളോ അനുജനോ ജ്യേഷ്ഠനോ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇതേപോലെ കുറച്ച് ആളുകൾ ക്യാമറയും തൂക്കി വന്നുകൊണ്ട് കരയുന്ന, അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും വിലപ്പെട്ട ആള് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ തൻ്റെ സങ്കടം പ്രയാസം പങ്കുവെക്കുമ്പോൾ അതിനിടയിൽ ക്യാമറയും മൈക്കും ഒക്കെ കണ്ണിലും മൂക്കിലും ഒക്കെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ആ ഒരു പ്രതികരണമാണ് സത്യത്തിൽ ഇവിടെയും ഉണ്ടായത്. ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ്, ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇത്തരം ചില മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പക്വതയോടുകൂടി വളരെ ശാന്തമായ നിലപാടാണ്. എന്നാൽ ഇവർക്ക് കേവലം റീച്ച് ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അത്തരത്തിൽ ഇവരുടെ ഈ പ്രശ്നമുണ്ടാക്കുന്ന ഇവിടെയൊക്കെ തിരികെ കയറുന്ന ആളുകളുടെ വീഡിയോകൾ നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം ഉഡായിപ്പ് വീഡിയോകളായിരിക്കും. ഏതെങ്കിലും സെലിബ്രിറ്റികളൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ വസ്ത്രവുമായൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ആംഗിളിൽ നിന്നുകൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ട് ഇത് റീച്ച് ഉണ്ടാക്കുന്ന ഒരുതരം ഞരമ്പ് രോഗികളാണ് ഇത്തരം വീഡിയോകൾക്ക് പിന്നിലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചാനലുകൾ കാണുന്നതിന് പകരം സത്യത്തിൽ റിപ്പോർട്ട് ചെയ്ത് വിടുകയാണ് വേണ്ടത്. ഇവരെ പോലെയുള്ള ആളുകൾ, സലീം കുമാർ ഇപ്പോൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അസുഖമായി കിടക്കുന്ന പല അവസരത്തിലും അദ്ദേഹത്തെ കൊന്ന വ്യക്തിയാണ്. സലീം കുമാർ മരണപ്പെട്ടു, അല്ലെങ്കിൽ ദുഃഖവാർത്ത, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ആ സ്ക്രോൾ ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാൻ വേണ്ടി തിടുക്കം കൂട്ടിയ വ്യക്തികളാണ്. ആ സമയത്തും ഇദ്ദേഹത്തെ ഒരുപാട് തവണ കൊന്ന ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ട സമയത്തും ഈ വീഡിയോ മാറ്റി വരുന്നത്. ഇത്തരം ആളുകൾക്ക് അത്തരം വീഡിയോകൾക്കടിയിൽ ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ പലപ്പോഴും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. എന്നാലും ആ കമന്റുകളും അവർക്കൊന്നും വിഷയമല്ല. കമന്റ് ഉണ്ടാക്കുക, അതുവഴി വ്യൂസ് ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് എത്ര മോശം കമന്റുകൾ വന്നു കഴിഞ്ഞാലും അതിനെ ഒരു പുല്ലുവിലയും കൽപ്പിക്കാതെ അതേ രീതിയിലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന നിലവാരം കുറഞ്ഞ ആളുകളായിരിക്കും. അവരുടെ റീച്ചും അത്തരത്തിലായിരിക്കും. അവർക്ക് ഒരുപക്ഷെ വലിയ സബ്സ്ക്രൈബേഴ്സ് റീച്ചൊക്കെ ഉണ്ടാവും. എന്നാലും അത് മാന്യമായ വീഡിയോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്തുകൊണ്ടൊന്നായിരിക്കില്ല ആ റീച്ച്. അതൊക്കെ കേവലം ചില ഇത്തരത്തിലുള്ള
ഉഡായിപ്പുകളിലൂടെ നേടിയെടുത്ത വീഡിയോ ആയിരിക്കും. അപ്പം അത്തരം ചാനലുകളെ ബഹിഷ്കരിക്കുക. കാരണം നിങ്ങൾ അത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെയും ഒരു നിലവാര തകർച്ചയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് അറിവും തിരിച്ചറിവും രണ്ടും വ്യത്യാസമുണ്ട് എന്ന്. അറിവ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു വിവരമാണ്. എന്നാൽ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നതാണ്. ഇത്തരം മരണ വീടുകളിൽ പോയിട്ട് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമല്ല, ആ മരണപ്പെട്ട വ്യക്തിയുടെ പ്രയാസത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യമാണ്, അതിനുള്ള ഒരു ചുറ്റുപാടാണ് അത് എന്നും അവിടെ കൈകൊട്ടിക്കളിയോ അല്ലെ ചിരിക്കലോ തമാശ പറയലോ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളോ അല്ല അവിടെ നേടിയെടുക്കേണ്ടത്. പകരം ഒരു മനുഷ്യൻ്റെ പ്രയാസത്തിൻ്റെ കണ്ണീരിലെ പങ്കുചേരുക എന്നതാണ് മനുഷ്യൻ്റെ ധർമ്മമെന്നും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുള്ളത്. മൃഗങ്ങൾ പോലും നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും, റോഡരികിൽ വാഹനം തട്ടി കൊല്ലപ്പെടുന്ന ഏതെങ്കിലും ഒരു തെരുവ് നായ അല്ലെങ്കിൽ മറ്റ് പൂച്ചയോ പട്ടിയോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ തെരുവ് നായ്കളെ പോലും തട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ പോലും തട്ടി കൊല്ലപ്പെടുന്ന സമയത്ത് ആ തെരുവ് നായ്ക്കൾ ആ മൃതശരീരത്തിൽ നിന്നുകൊണ്ട് കുരയ്ക്കുന്നതും മറ്റ് പട്ടികളെ കുരച്ചുകൊണ്ട് ആളെ കൂട്ടുന്നതൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ആ ഒരു പ്രപഞ്ചത്തോടുള്ള ഒരു ഇണങ്ങിച്ചേരലാണ്. ആ പ്രപഞ്ചത്തോടുള്ള ഇണങ്ങിച്ചേരൽ പോലും ഇല്ലാത്ത ചില മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില തിരിച്ചറിവ് നഷ്ടപ്പെട്ട ആളുകളാണ് ഇത്തരം വീഡിയോകൾക്ക് മുന്നിൽ രംഗത്ത് വരുന്നത്. ഇവരെ